ഒന്നും അറിയത്തില്ല ഇവർക്ക്, കാരണം ഇവരെ ഒരു ബിഗിനേഴ്സ് ആണ്. പിന്നെ പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹമുണ്ട്. ഈ ശരണ്യ ഒരു 2 years ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് സിനിമ പറഞ്ഞാൽ ചെയ്യണം. അപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ് സംസാരിക്കുന്നത്, കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനീഷോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രൊഡക്ഷൻ എന്താ സംഭവം പരിചയം പഠിക്കുക, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം ചെറിയൊരു പരിപാടി ചെയ്യാം, ഇങ്ങനെ നമുക്കൊരു സോങ് പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്കൈ കോഡ് എന്നുള്ള സംഭവം. അത് പുള്ളി ബ്രോ കോഡിൽ നിന്ന് കടമെടുത്താണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു കാര്യം പറയണം. ഈ പ്രോജക്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം എല്ലാവർക്കും. ഈ പ്രോജക്ട് സ്റ്റാർട്ട് ആവാൻ കാരണം വൺ ഓഫ് വിനു ആണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത സംഭവമാണ്. ഇനീഷ്യലി എൻ്റെ മൂവീനെ പ്ലാനിങ് ഉണ്ടായി. അപ്പോൾ വിനു തന്നെ പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരു മ്യൂസിക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഗ്രാജുവലി വെബ് സീരീസ് അങ്ങനെ മൂവി ഒക്കെ അങ്ങനെ ഗ്രാജുവലി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ വിനുവിനെ നോക്കിയപ്പോൾ പിന്നെ പ്രിയതമ വന്നു, പിന്നെ അലൈൻഡായി മുരളി വന്നിട്ട് പിന്നെ ഞങ്ങളുടെ ടീം ഗ്രാജുവലി ഒക്കെ വന്നു. പിന്നെ ശരണ്യ വന്നപ്പോൾ ആഫ്റ്റർ ബിഗ് ബോസ് അവർ പുറത്ത് വന്നപ്പോൾ ശരണ്യ വന്നിട്ട് പറഞ്ഞു നമുക്ക് അർജുൻ ശ്രീതു തന്നെയാണ് ബെസ്റ്റ് ജോഡി. അങ്ങനെയാണ് എല്ലാ നിമിത്തമാണ് പറയുന്നത്. അപ്പോൾ സ്കൈ കോഡ് അങ്ങനെ ഉണ്ടായി. അപ്പോൾ പിന്നീടാണ് മ്യൂസിക് പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊരാളെ വേണം. അപ്പോഴേക്കും മനീഷാണ് ചിന്തിച്ചത് ബോളിവുഡാണ്, നമുക്ക് ബാദ്ഷാനെ കൊണ്ടുവരാം, ലോലോ ഹണി സിംഗിനെ കൊണ്ടുവരാം. അപ്പോൾ ആ ലെവലൊക്കെയാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നമുക്കൊരു മലയാളം സോങ് എടുക്കാം. പിന്നെ പറഞ്ഞു നമുക്ക് തമിഴ് സോങ് എടുക്കാം. അപ്പോൾ വേണ്ട, മലയാളം സോങ് എടുക്കാം. അങ്ങനെ അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുരളീനെ അറിയാം. മുരളീനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മഹേഷും മാരുതിയുടെ ഓഡിയോ ലോഞ്ചിനാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അതിലൊരു മനസ്സിൻ പാതയിൽ എന്നൊരു പാട്ടുണ്ട്, ആസിഫും മമതയും കൂടെ അഭിനയിച്ചത്. അപ്പോൾ ആ പാട്ട് പാടിയത് മുരളിയാണ്. സോ അവിടെ മുരളി ആ സ്റ്റേജിൽ പറഞ്ഞു എനിക്ക് മ്യൂസിക് ഡയറക്ടർ ആകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ പ്രസന്റ് ചെയ്തു. അപ്പൊ ഞാനതൊന്ന് നോട്ട് ചെയ്തായിരുന്നു. പിന്നീട് ഞാൻ ഐ മീൻ ടച്ച് വിത്ത് മുരളി. ഞാൻ ആലപ്പി റിപ്പിൾസിന്റെ മാർക്കറ്റിംഗ് ഹെഡ് കൂടിയാണ്. അപ്പോൾ ആലപ്പി റിപ്പിൾസിന്റെ തീം സോങ് ഞാൻ മുരളിനെ കൊണ്ട് ചെയ്യിച്ചത്. ആൻഡ് ഇറ്റ് ബിക്കേം ഹ്യൂജ് സക്സസ്. എനിക്കാണ് KCL തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ് ആയിട്ട് അത് മാറി. അങ്ങനെ ദെൻ ഐ ഇൻട്രൊഡ്യൂസ്ഡ് മുരളി ടു മനീഷേട്ടൻ. അപ്പോൾ മനീഷേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളി ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം മീറ്റ് ചെയ്തപ്പോൾ തന്നെ he was impressive and he came with that song within 1 week. I think within 1 week actually ഞങ്ങളുടെ ഒരു വൈബ് ഉണ്ടായി. ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് നോർത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ വൈബ് അല്ലാതെല്ലാം മാച്ചായി. ഞാൻ അതിനെ പറഞ്ഞപ്പോൾ അത് പ്രോപ്പർലി അത് ഇനിഷ്യേറ്റ് ചെയ്തു. ഞങ്ങൾ ആസ് എ ടീം വർക്ക് ഒക്കെ വർക്ക് ചെയ്തു. പ്രിയതമയൊക്കെ നല്ലോണം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. കറക്റ്റ്. അപ്പോൾ അങ്ങനെ അർജുൻ ആൻഡ് ശ്രീതു ആയിരുന്നു നമ്മുടെ ഓപ്ഷൻ. വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ, വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ തോട്ടേ വന്നില്ല. ബിക്കോസ് ലൈക്ക് വി നീഡ് ദ ബെസ്റ്റ് കപ്പിൾ. അപ്പോ എന്താ പറയാ ഓൺ ഫ്രീ. ഓക്കെ. അപ്പോ അങ്ങനെ അവര് നമുക്കിപ്പോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ കണ്ടന്റ് ഇങ്ങനെയാണല്ലോ. ഇപ്പൊ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലത്തെ കല്യാണം പരിപാടി അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു പാട്ടാണ് അവർ ആദ്യം കേൾപ്പിച്ചത്. പാട്ടിന് ഒരു ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇവരെല്ലാം ഏത് കണ്ടന്റിനും ഓക്കെ ആവുന്ന രീതിയിലേക്ക് നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് മാറ്റിയെടുത്തായിരുന്നു. പിന്നീടാണ് നമ്മൾ ഈ കണ്ടന്റ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരു ചെറുക്കണം ഒരുപാട് ഗോസിപ്സ് ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം എല്ലാ മീഡിയാസും ആ ഒരു ചോദ്യം മാത്രമായിട്ട് ചോദിക്കുന്നുള്ളൂ. സോ അവർ കംഫർട്ടബിൾ ആവുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ശരണ്യ ചേച്ചി അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് തോന്നുന്നു. ആക്ച്വലി അവർ രണ്ടുപേരുടെ ഒരു കാര്യം പറയുന്നത്, രണ്ടുപേര് ഭയങ്കര പ്രൊഫഷണൽ ആണ്. എല്ലാവരും വിചാരിക്കും ജസ്റ്റ് ഫോർ ദ പോപ്പുലാരിറ്റി ഫാക്ടർ അങ്ങനെ ഒന്നുമില്ല. പോപ്പുലാരിറ്റി നമുക്ക് വേറെ ആക്ടേഴ്സ് ഒന്നുമില്ല. പക്ഷെ അവർ വെരി പ്രൊഫഷണൽ തരോ പോപ്പുലാരിറ്റിന്റെ കാര്യം പറയാൻ അതില്ല. അവർ നെക്സ്റ്റ് ലെവൽ പോപ്പുലർ പേഴ്സൺസ് ആണ്. പക്ഷെ അവർ ഒരു ഷോട്ടിന് വേണ്ടി 3 മണിക്കൂർ നിന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി അവർ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട് കൊടുത്തു. പിന്നെ ഭയങ്കര തറോ പ്രൊഫഷണൽസ് ആൾക്കാരാണ്. ഡെഡിക്കേറ്റഡ്ലി ഓൾമോസ്റ്റ് നല്ലോണം അവർ സോങ്സ് ഒക്കെ റിഹേഴ്സ് ചെയ്തു, നല്ലോണം സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ക്രൂ ഓൾമോസ്റ്റ് 130+ ക്രൂ ഉണ്ടായി. എല്ലാവരുടെ കൂടെ പ്രോപ്പർലി സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ രണ്ടുപേര് ഭയങ്കര പ്രൊഫഷണലാണ്. അവരുടെ എഫേർട്സ്, ഞങ്ങളുടെ മൊത്തം ടീമിന്റെ എഫേർട്സ് നിങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ പ്രീമിയറിൽ കാണാൻ പറ്റും. അപ്പോൾ മുരളിയാണ് പിന്നീട് പാട്ടിന്റെ ഫുൾ ടേക്ക് ഓവർ ചെയ്തത്. ആൻഡ് ഒരു സിംഗറിനെ കിട്ടുക എന്നുള്ളത് അത്രയും ടഫാണ്. ബിക്കോസ് ആ മ്യൂസിക് ആയിട്ട് അവർ ഓക്കെ അടിക്കണം. സോ അവിടെ നിന്നുള്ള ജേർണി മുരളി പറയും. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ഹോം ഗുഡ് ഈവനിങ്. ഐ ആം വെരി ഹാപ്പി ടു കൊളാബറേറ്റ് വിത്ത് സ്കൈ കോഡ്. വളരെ വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു മ്യൂസിക് വീഡിയോയിലാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ പോലും ഐ തിങ്ക് ഒരുപാട് ആശയങ്ങളുള്ളൊരു ഇനിഷ്യേറ്റീവ് ആണ് സ്കൈ കോഡ്. And congrats to both of you, Sharni Cici and Manish Pro and the entire team to bring up such an initiative. So ഇതൊരു വളരെ ഫ്രൂട്ട്ഫുൾ ജേർണി ആയിരുന്നു. ഈ ഒരു യാത്ര ഞാൻ ആലോചിക്കുമ്പോൾ ഒരു പാട്ടാണെങ്കിൽ പോലും
ഒരുപാട് മെമ്മറീസ്, ഒരുപാട് പ്രയത്നങ്ങളൊക്കെ നടന്നൊരു ജേർണി ആയിരുന്നു. സോ ആദ്യം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് വിനുബ്രോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ മഹേഷും ആദ്യം ഓഡിയോ ലോഞ്ചിൽ ഞാൻ പ്ലേബാക്ക് സിംഗർ ആയിട്ട് ഒരു പാട്ട് മനസ്സിൻ പാതയിൽ ഒരു പാട്ട് പാടിയിരുന്നു. കൂടാതെ ഗഗനചാരി, ഗുമസ്തൻ തുടങ്ങിയ കുറച്ച് സിനിമകളിൽ ഞാൻ ആസ് എ പ്ലേബാക്ക് സിംഗർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആസ് എ കമ്പോസർ എൻ്റെ ഒരു ഫസ്റ്റ് ഓഡിയോ ലോഞ്ച് ആണ്. സോ ഈഗലി എക്സൈറ്റഡ്. ഈ ഒരു പാട്ട് സിംഗിൾസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ കുറച്ച് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് ഒരു പ്രൊഡക്ഷൻ ബാനറായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആദ്യത്തെ ഒരു വർക്കാണ്. സോ എനിക്കൊരു ആക്ച്വലി ഈ ആശയം പറയുന്നത് ആഫ്റ്റർ വിനു ബ്രോ കണക്റ്റഡ് മീ വിത്ത് മനീഷ് ബ്രോ ആൻഡ് ശരണ ചേച്ചി, ഈ വാക്ക് എനിക്ക് ആക്ച്വലി മനീഷ് ചേട്ടനാണ് പറയുന്നത്. പ്രിയതമാ എന്നൊരു വാക്ക് ഞാൻ തരാം, ഒരു പാട്ട് ഈ ഒരു വാക്ക് വെച്ച് ക്യൂറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. കുറച്ച് വോയിസ് ക്ലിപ്സ് എൻ്റെ ഉണ്ട്, പാട്ട് ഇറങ്ങിയ ശേഷം ഞാൻ എല്ലാവർക്കും അയക്കാം. വളരെ ആക്ച്വലി ഒരു ഐഡിയ കിട്ടുന്ന ഒരു സംഭവമായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സാധനമാണ് വേണ്ടത്, പ്രിയതമായ ഒരു വാക്ക് മാത്രം വേണം, ബാക്കി നീ എന്താന്ന് വെച്ചാൽ അയക്കോ എന്നുള്ളൊരു കാര്യമായിരുന്നു. സോ ഓബിയസ്ലി ഇതിനകത്ത് ആദ്യം തന്നെ അർജുൻ ചേട്ടൻ ആൻഡ് ശ്രീമതി ചേച്ചിയുടെ കാര്യം പറഞ്ഞിരുന്നു, ഇങ്ങനത്തെ ഒരു റൊമാൻറ്റിക് സോങ് ആണ് വേണ്ടത്. വളരെ